എല്ലാവർക്കും മാസ്റ്റർ മൈൻഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ റൂളാണ്. ആദ്യമായി എന്താണ് ബ്ലോക്ക് ചെയിൻ റൂൾ? പലർക്കും അറിയാം, ചില ആൾക്കാർക്ക് അറിയത്തില്ല, ചില ആൾക്കാർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിവേ കുഴപ്പമില്ല. നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരുപാട് ടോപ്പിക്സിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളിപ്പം SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് ബ്ലോക്ക് ചെയിൻ റൂൾ എന്നുള്ള കാര്യം. ആക്ച്വലി ബ്ലോക്ക് ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് വിച്ച് ഹെൽപ്സ് ഇൻ റിസോൾവിങ് വേരിയസ് പ്രോബ്ലംസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ, പ്രൊപ്പോർഷൻ, അങ്ങനെ ഒരുപാട് നമുക്ക് പ്രായോഗികമായിട്ട് പ്രയോജനപ്പെടും. ഇപ്പം ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പേഴ്സൻറ്റേജിൻ്റെ കണക്കെടുക്കുക, നമുക്ക് സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റും. ഏതാ? നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ റൂൾ നമ്മൾ ചെയ്യുന്ന വഴി. അതുപോലെ ടൈം ആൻഡ് വർക്ക്. ഇപ്പം ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിച്ചാൽ മാത്രം കിട്ടുന്ന 2-3 ഫോർമുലാസ് ഉണ്ട്. നമുക്ക് അത് പഠിക്കാതെ തന്നെ ബ്ലോക്ക് ചെയിൻ റൂൾ വഴി നമുക്കങ്ങ് ചെയ്യാം. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ റൂൾ നമുക്ക് ആവശ്യം വരുന്നത്. ഇനി അത് എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ചോദ്യമാണ്, ജസ്റ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, നോക്കിക്കോ. ഇഫ് എ കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് മാനുഫാക്ചേഴ്സ് 306 ഡസൻ കാർസ് ഇൻ 17 ഡേയ്സ്, ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡസൻ കാർസ് മാനുഫാക്ചർഡ് ഇൻ 8 ഡേയ്സ്. അതായത് കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് 306 ഡസൻ കാർ 17 ദിവസം കൊണ്ട് മാനുഫാക്ചർ ചെയ്യുവാണ് ആണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഡസൺ കാർ 8 ദിവസം കൊണ്ട് മാനുഫാക്ചർ ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എ പീസ് ഓഫ് വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്ത് 36 men വർക്കിംഗ് 9 days. അപ്പം എന്താ ഒരു പീസ് ഓഫ് വർക്ക്? എന്താണ്? നമുക്കിപ്പം പറയാൻ പറ്റും, ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഒരു പർട്ടിക്കുലർ പെയിൻ്റ് അടിക്കുമായിരുന്നു, ഒരു വീടിൻ്റെ ഉൾഭാഗം പെയിൻ്റ് അടിക്കുമായിരുന്നു. അതായിരുന്നു പീസ് ഓഫ് വർക്ക്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 36 men 9 ഡേയ്സ് കൊണ്ട് പെയിൻ്റ് അടിച്ചാൽ ആ വീടിൻ്റെ പെയിൻറ്റ് പണി മൊത്തം തീരുമായിരുന്നു. അതേ വീടിൻ്റെ പെയിൻറ്റ് പണി 27 men മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി തീരും എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ബേസിക്കലി ഇതിനെ നമുക്കൊരു ടൈം ആൻഡ് വർക്കിലെ ചോദ്യം നമുക്ക് എടുക്കാം. ഓക്കെ, ഫൈൻ, അവിടെ നിൽക്കട്ടെ. ഒന്ന് നോക്കിക്കേ, 2 ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകത എന്താണ്? 2 ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകത, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസിക്കലി പറഞ്ഞാൽ അതൊരു പ്രൊപ്പോർഷണാലിറ്റിയുടെ കേസിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രൊപ്പോർഷണാലിറ്റിയുടെ കേസിൽ 306 ഡസൻ കാർ 17 ദിവസം കൊണ്ട് മാനുഫാക്ചർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് എത്ര കാർ മാനുഫാക്ചർ ചെയ്യുന്നല്ലേ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 17 ദിവസം കൊണ്ട് 306 ഡസൻ കാർ. എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? 17 ദിവസം കൊണ്ട് 306 ഡസൻ കാർ ആണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് എത്ര കാർ? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? 17 ദിവസം കൊണ്ട് 306 ഡസൻ, 8 ദിവസം കൊണ്ട് എത്ര ഡസൻ കാർ? ഇതല്ലേ നമ്മുടെ ചോദ്യം. ശരി, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ആക്ച്വലി ഒരു പ്രൊപ്പോർഷണാലിറ്റിയുടെ ഒരു കണക്കായിട്ട് ഏകദേശം വന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 17 ദിവസം 306, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 ദിവസം 306 കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കുറവായിരിക്കത്തില്ലേ? സപ്പോസ് നമ്മുടെ ചോദ്യം ഈ ഒരു സെക്ഷൻ്റെ അകത്ത് 17 പകരം നമ്മുടെ ചോദ്യം ഒന്ന് മാറി, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ 17 മാനുഫാക്ചറിങ് 8 പകരം നമുക്കൊരു എന്താ പറയുക, ഒരു 20 ദിവസമായി ചോദിച്ച് ചോദ്യം. 8 പകരം 20. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവത്തില്ലേ
17 ദിവസം കൊണ്ട് 306 ആണെന്നുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് 306-ൽ താഴെയാണ് ഉത്തരം. 20 ദിവസം കൊണ്ട് 306-ൽ കൂടുതലാണ്. ബേസിക്കലി എനിക്ക് പറയാൻ പറ്റും, ദിവസം കൂടുന്തോറും നമുക്ക് കാറിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, ദിവസം കുറയും തോറും കാറിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്കൊന്ന് പോയിട്ട് പരിചയപ്പെടാം. A piece of work can be completed with 36 men working 9 days. Then if 27 men are working for the same piece of work, it can be completed in how many days? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ശരി, ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും. നോക്കി, 36 മെൻ ഒരു പീസ് ഓഫ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഒരു വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പെയിൻറ്റ്, ഒരു 36 ആൾക്കാർ ചേർന്ന് ഒരു വീട് പെയിൻ്റ് അടിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. 36 ആൾക്കാർക്ക് 9 ദിവസം എടുക്കും ആ വർക്ക് തീരാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 27 ആൾക്കാർ വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത് തീരും എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം, അല്ലേ? ഫൈൻ, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 36 മെന്നിന് നമ്പർ ഓഫ് ഡേയ്സ് 9. 36 മെന്നിന് നമ്പർ ഓഫ് ഡേയ്സ് 9. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 27 മെന്നാവുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടുമോ കുറയുമോ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഐഡിയ? ശരി, ഇത് ആക്ച്വലി ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഒരു സെയിം പീസ് ഓഫ് വർക്ക്, ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും നമ്പർ ഓഫ് ഡേയ്സ് കുറയുന്നു, അല്ലേ? ആൾക്കാരുടെ എണ്ണം കുറഞ്ഞാലോ നമ്പർ ഓഫ് ഡേയ്സ് കൂടുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കാർ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഡേയ്സ് കൂടുന്തോറും കാറിൻ്റെ എണ്ണം കൂടും, അല്ലേ? ഇതിൻ്റെ അകത്ത് ഡേയ്സിൻ്റെ എണ്ണം കൂടുന്തോറും എന്ത് സംഭവിക്കും? ഡേയ്സിൻ്റെ എണ്ണം കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാരുടെ എണ്ണം ഇതിൻ്റെ അകത്ത് കുറയും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, ഇൻഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ നമുക്കിത് റിസോൾവ് ചെയ്യാമെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. നമ്മളപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഞാൻ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? അവിടെ പ്രൊപ്പോർഷണാലിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി അപ്പുറത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് കൂടിക്കഴിയും. അപ്പുറത്തതിൻ്റെ അകത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈപ്പ് ആയിരുന്നു നമ്മൾ ആ കണ്ട ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, അല്ലേ? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായാലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായാലും നമുക്ക് ഒരേ പാറ്റേൺ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, പക്ഷെ അവിടെ നമുക്കൊരു കോമൺ സെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കൂടുമോ കുറയുമോ എന്നുള്ളതിൻ്റെ ഒരു നൈസ് ഐഡിയ മതി, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വേരിയബിൾസ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതണം. നമ്പർ ഓഫ് കാസ്, പിന്നെ നമ്പർ ഓഫ് ഡേയ്സ്. എല്ലാവരും ഒന്ന് ബോഡി നോക്കിയേ. ജസ്റ്റ് നമുക്കിതാ 306 ഡസൻ കാറ് എത്ര ദിവസം കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? 17 ദിവസം, അല്ലേ? നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ചോദിച്ച ചോദ്യം എന്താണ്? 8 ദിവസം കൊണ്ട് മാനുഫാക്ചർ ചെയ്ത് എത്ര കാറ്? 8 ദിവസം കൊണ്ട് എത്ര കാറ്? ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഫൈൻ, നോക്കിക്കോ. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മേളിൽ കിടക്കുന്നത് 306 ഇൻറ്റു 17 ദിവസം കൊണ്ട് 306 ഡസൻ കാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് 306 ഡസൻ കാറിൽ മേളിൽ പോവോ താഴെ വരുമോ? എന്തായാലും 306 ഡസനിൽ താഴെയല്ലേ വരത്തുള്ളൂ. താഴെ, അത് ചെറിയ ആൻസർ, 306-നേക്കാളും ചെറിയ ആൻസറാണ് ഇവിടെ വരേണ്ടത്. അതുകൊണ്ട് ഇൻറ്റു ഇവർ രണ്ടുപേരിൽ ചെറിയ നമ്പർ ഏതാണ്? 8 അല്ലേ?
8/17. മനസ്സിലായോ? നമുക്ക് ന്യൂമറേറ്ററിനാണ് നമുക്ക് പ്രയോറിറ്റി. ഓക്കെ, ദാ 8/17. നമുക്കിത് വരുമ്പോഴത്തേക്ക് 17 1s are 17. പിന്നെ ബാലൻസ് എത്രയാണ് വരുന്നത്? 13 അല്ലേ? 13 136. അപ്പോൾ 17 × 8 നമുക്കൊന്ന് നോക്കാം. 7 8s are 56. 5 റൈറ്റ്. 136. 17 × 8. ആൻസർ, ഫൈനൽ ആൻസർ 18 × 8. 8 8s are 64. 6 8 1s are 8. 144. എന്തുകൂടെ ഇതിനകത്ത് കിട്ടിയ 144. അപ്പോൾ 17 ദിവസം കൊണ്ട് 306 ഡസൺ കാറാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് 144 ഡസൺ കാറാണ് മാനുഫാക്ചർ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, എ പീസ് ഓഫ് വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്ത് 36 men working 9 days. Then if 27 men are working for the same piece of work, it can be completed in how many days? വളരെ ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു ബേസിക് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പീസ് ഓഫ് വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ, അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? നമ്പർ ഓഫ് മെൻ എഴുതാൻ പറ്റുമല്ലോ. നമ്പർ ഓഫ് മെൻ എത്രയാണ് വരുന്നത്? ഒന്ന് പറഞ്ഞേ. ഇതിനകത്ത് മെന്നും ഉണ്ട്, പിന്നെ ഡേയ്സും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ടൈം ആൻഡ് വർക്കിൻ്റെ ടോപ്പിക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊക്കെ ഫോർമുലാസ് ഉണ്ട്. M1D1 എന്നൊക്കെ ഈക്വൽ ടു M2D2 എന്നൊക്കെ. നമുക്ക് ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ നമ്മളെ കറക്റ്റ് ബ്ലോക്ക് ചെയിൻ റൂൾ വെച്ച് നമുക്കിതങ്ങ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കി എന്താ പറയുന്നത്? മെന്ന് 36 men can do a piece of work in 9 days ആണ്. Then if 27 men are working for the same piece of work, then it can be completed in how many days? ഇതല്ലേ ചോദ്യം. ആദ്യം വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, നമ്പർ ഓഫ് ഡേയ്സ്. അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്കിന് മേളിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അതങ്ങ് എഴുതുക. 9 × ഇനി നമ്മളെ ലോജിക്കൽ സെൻസാണ്. 36 മെന്നിന് 9 ദിവസം എടുക്കും തീർക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 27 മെന്ന് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ എണ്ണം കൂടും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ വരേണ്ട ആൻസർ 9-നേക്കാളും വലുതാണോ 9-നേക്കാളും ചെറുതാണോ? 9-നേക്കാളും വലുതല്ലേ വരേണ്ടത്? തൊട്ടിപ്പുറത്ത് കിടക്കുന്നതിൽ വലുതേതാ? 36 ആണോ വലുത്? 27 ആണോ വലുത്? 36 അല്ലേ വലുത്. ഇൻറ്റു 36/27. മനസ്സിലാവുന്നുണ്ടോ? 9 3s are 27. 3 × 12s are 36. 27 മെൻ വന്നു കഴിഞ്ഞാൽ 12 ദിവസം എടുക്കും ഈ ഒരു പീസ് ഓഫ് വർക്ക് തീരാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് പേഴ്സൻറ്റേജിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ട്രൈ ചെയ്യാം. പേഴ്സൻറ്റേജിൽ എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? ബ്ലോക്ക് ചെയിൻ റൂൾ അറിയാത്ത ഒരാൾ ഈ ക്വസ്റ്റ്യൻ കാണുവാണ്. ഇഫ് 5% ഓഫ് എ നമ്പർ ഈസ് 105, ദെൻ ഫൈൻഡ് ദ 15% ഓഫ് ദ സെയിം നമ്പർ. എല്ലാവരും ഒന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയിൻ റൂൾ നമുക്ക് അറിയത്തില്ല. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഓക്കെ 5% ഓഫ് എ നമ്പർ അല്ലേ ചോദിച്ചേക്കുന്നത്. 5% ഓഫ് എ നമ്പർ ഈസ് 105. എക്സ് ഈസ് ആദ്യം എക്സ് കണ്ടുപിടിക്കും. 105 × 100/5, 5 × 20 അല്ലേ. പിന്നെ ഇത് നമുക്ക് 5 2s are 10, 1 0 + 1 2100. പിന്നെന്തോ കണ്ടുപിടിക്കുന്നത്? 2100ൻ്റെ 15% അല്ലേ. 20. ഓക്കെ, ഫൈനലി നമുക്കിവിടെ ആൻസർ കിട്ടും. ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു മെത്തഡോളജി നമുക്ക് വേണ്ട. ഓക്കെ, ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു തന്നത്, ചെയ്യുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ അകത്ത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് ടൈമാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? 1 മണിക്കൂർ. സമയം വളരെ പ്രധാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും മിനിമൽ ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക? സ്റ്റെപ്പ് കുറയ്ക്കുക. ഒന്ന് ബോഡി നോക്കിക്കുക എല്ലാവരും. ചെയിൻ റൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ലേ ഉള്ളത്. 2 സ്റ്റെപ്പിൻ്റെ അകത്ത് 5% ഓഫ് എ നമ്പർ ഈസ് വാട്ട്? 105.
പെർസെൻറ്റേജ് വേണ്ട, പെർസെൻറ്റേജ് എടുത്ത് കളയാം, കുഴപ്പമില്ല. ചോദിച്ചേക്കുന്നത് എന്തോ 15% ഓഫ് എ നമ്പർ ഈസ് വാട്ട്? ഇതല്ലേ ചോദിച്ചേക്കുന്നത്. ആക്ച്വലി ചെയിൻ റൂളിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, സിമ്പിൾ സംഭവമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൺവെൻഷണൽ ചെയിൻ റൂൾ മെത്തേഡ്, ക്വസ്റ്റ്യൻ മാർക്കിന് മേളിൽ കിടക്കുന്ന നമ്പർ എന്താ? 105 ഗുണം എന്താണ് ഞാൻ പഠിപ്പിച്ചത്? ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ 5% 105 ആണെന്നുണ്ടെങ്കിൽ 15% എത്ര? ഇതല്ലേ നമ്മുടെ ചോദ്യം. ഓക്കെ, 5% 105 ആണെങ്കിൽ 15% കൂടുതലല്ലേ? അപ്പം വലിയ ആൻസറിൽ നമുക്ക് വരണ്ടേ? ഇൻറ്റു ഇവിടുത്തെ വലിയ നമ്പർ ഏതാ? 15/5. പരിപാടി കഴിഞ്ഞ് 5 3s are 15. ആൻസർ 105 × 3. 5 3s are 15. ഓക്കെ, ഇത് 315. ആൻസർ എത്ര? 315. ഈ ചെയിൻ റൂളിൻ്റെ അകത്തും നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ പരിപാടിയുണ്ട്. 5 × 3 അല്ലേ 15? 5 × 3 അല്ലേ 15? അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആൻസർ എന്തായിരിക്കും? 105 × 3 ആയിരിക്കും, 315. മനസ്സിലായോ? ചെയിൻ റൂളിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെയും എടുക്കാം, മറ്റേ രീതി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ എന്തെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആണോ താഴെ കിടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അതേ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ എന്ത് വെച്ച് ഗുണിക്കുമ്പോഴാണോ റിസൾട്ടിൻ്റെ താഴെ വരുന്നത്, അതേ നമ്പർ വെച്ച് തന്നെ ഇവിടെ ഗുണിച്ചാൽ മതി കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ ചെയിൻ റൂള്? ഓക്കെ. ഇഫ് 4 pipes can fill a tank in 10 hours if opened simultaneously, then how many hours will be taken if 5 pipes are opened simultaneously? നല്ല ചോദ്യം അല്ലേ? ഇത് നമ്മുടെ പൈപ്സ് ആൻഡ് സിസ്റ്റമിലെ ടോപ്പിക്കാണ്. ബേസിക്കലി പൈപ്സ് ആൻഡ് സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിന് അവിടുത്തെ ഫോർമുലാസ് ഉണ്ട്, എഫിഷ്യൻസി മെത്തേഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അതൊന്നും വേണ്ട, ചെയിൻ റൂൾ വെച്ച് സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ വേരിയബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കാം. പൈപ്സ് എന്തൊക്കെയുള്ളത്? പൈപ്സ്, പിന്നെന്തുവാ? ടൈം. 4 പൈപ്സ്, അതായത് ഒരു ടാങ്ക്. ആ ടാങ്കിൻ്റെ അകത്തോട്ട് 4 പൈപ്പ് നമ്മൾ തുറന്നു വെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? 4 പൈപ്പ്. 4 പൈപ്പ് ഒരു ടാങ്ക്, ഒരു സെയിം, ഇവിടെ ഫില്ല് ചെയ്യുന്ന ടാങ്കും സെയിം ആണ്, ഇവിടെയും ഫില്ല് ചെയ്യുന്ന ടാങ്ക് സെയിം ആണ്, സെയിം ഡയമീറ്റർ ഉള്ള അങ്ങനെ കോൺസെപ്റ്റാണ്. 4 പൈപ്പ് ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി തുറന്നു വെച്ചാൽ എത്ര മണിക്കൂർ കൊണ്ടാണ് ഒരു ടാങ്ക് ഫില്ലാവുന്നത്? 10 മണിക്കൂർ. 4 പൈപ്പ് 10 മണിക്കൂർ കൊണ്ടാണ് ഫില്ലാവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 പൈപ്പ് ഒരുമിച്ച് തുറന്നു വിട്ടാൽ, അതേ ഡയമീറ്റർ സെയിം സംഭവം, മൊത്തം 5 പൈപ്പ് ഉണ്ടാകുന്നെന്ന് വിചാരിച്ചോ. മൊത്തം 5 പൈപ്പ്, അത് ആദ്യം എന്ത് ചെയ്ത് സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് 4 ടാപ്പ് ഒരുമിച്ച് 4 പൈപ്പ് ഒരുമിച്ച് അങ്ങ് തുറന്നു വിട്ട്. അപ്പോൾ ആ ടാങ്ക് ഫില്ലാവാനായിട്ട് 10 മണിക്കൂർ എടുത്തു. അതാണ് ഞാൻ ആദ്യം എഴുതി വെച്ചേക്കുന്നത് 4-10. രണ്ടാമത് ചോദ്യം ഇതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ പ്രഷറിൽ 5 പൈപ്പ് ഒരുമിച്ച് തുറന്നു വെച്ചാൽ എത്ര മണിക്കൂർ കൊണ്ട് ഫില്ലാവും എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ ചോദ്യം? സെയിം മെത്തഡോളജി. ആദ്യം നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ക്വസ്റ്റ്യൻ മാർക്കിന് മേളിൽ കിടക്കുന്ന നമ്പർ 10 ഇൻറ്റു. ഇനി നമ്മുടെ ലോജിക്കൽ സെൻസ് എന്താ? 4 പൈപ്പ് തുറന്നു വെച്ചാൽ 10 മണിക്കൂർ കൊണ്ട് ഫില്ലാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 പൈപ്പ് നമ്മൾ ഒരുമിച്ച് തുറന്നാൽ 10 മണിക്കൂർ വേണോ ഫില്ലാവാൻ? വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലല്ലേ? കൂടുതൽ വരുമ്പോഴത്തേക്ക് കുറവ് സമയം പോരെ? ഇതിൻ്റെ അകത്തുള്ള ചെറിയ നമ്പർ ഏതാ? 4 അല്ലേ? ഇൻറ്റു ന്യൂമറേറ്ററാണ് നമ്മുടെ പ്രയോറിറ്റി. ഞാൻ വീണ്ടും പറയുന്നു, ന്യൂമറേറ്ററിലാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. 4 / 5. 5 2s are 10. 4 × 2 8. ആൻസർ 8 hours. മനസ്സിലാവുന്നുണ്ടോ? ഇത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. എല്ലാവരും അത് വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കമൻ്റ് ഇടുക. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇഫ് 30 men can build a wall in 5 days working 5 hours per day, then how many men can build the same wall in
6 days വർക്കിംഗ് 4 hours per day. അപ്പോൾ ഇവിടെ നമുക്ക് വർക്കിൻ്റെ പരിപാടി തന്നെ. എന്താണ്? ഒരു സെയിം പീസ് ഓഫ് വർക്ക് തന്നെ. വർക്ക് മാറുന്നില്ലല്ലോ. ഇവിടെയും വാള് തന്നെയല്ലേ, ഇവിടെ അതേ സെയിം വാള് തന്നെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയിൻ റൂളിൽ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുക. ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാസ്റ്റർ മൈൻഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി മാസ്റ്റർ മൈൻഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.